നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവധിക്കാല മൂഡിൽ വിപണികൾ. റബ്ബറിന് പ്രതിസന്ധി, കുരുമുളക് വിലയിൽ മാറ്റമില്ല. രാജ്യാന്തര റബ്ബർ അവധി വ്യാപാര രംഗം ഹോളിഡേ മൂഡിലാണെങ്കിലും ഒരു വിഭാഗം ഊഹക്കച്ചവടക്കാർ വിനിമയ വിപണിയിലെ ചലനങ്ങൾക്കൊത്ത് റബ്ബർ വില ഉയർത്താൻ ശ്രമം നടത്തി. ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ 341 yen വരെ കയറിയത് ബാങ്കോക്കിൽ നിരക്ക് 192 രൂപയായി ഉയരാൻ കാരണമായി. ലോകം ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ അമർന്നു നിൽക്കുന്നതിനാൽ വ്യവസായ മേഖലകളിൽ നിന്ന് റബ്ബറിന് അന്വേഷണങ്ങൾ കുറവായിരുന്നു. സംസ്ഥാനത്ത് അനുകൂല കാലാവസ്ഥ തുടരുകയാണെങ്കിലും മധ്യ കേരളത്തിൽ ടാപ്പിംഗ് രംഗം മന്ദഗതിയിലാണ്. ഉത്സവ ആഘോഷങ്ങൾ കഴിയുന്നതോടെ ഉൽപ്പാദകർ തോട്ടങ്ങളിൽ സജീവമാകും. രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ നിന്നും അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും വാങ്ങലുകാർ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നതിനാൽ കുരുമുളക് വിലയിൽ വ്യതിയാനമില്ല. മുൻനിര ഉൽപ്പാദന രാജ്യങ്ങളിലെ കയറ്റുമതിക്കാർ ഒഴിവുദിനം ആസ്വദിക്കാൻ രംഗം വിട്ടതിനാൽ വിയറ്റ്നാമും ബ്രസീലും ഇന്തോനേഷ്യയും ഉൽപ്പന്ന വിലയിൽ മാറ്റം വരുത്തിയില്ല. കൊച്ചി മാർക്കറ്റും ഹോളിഡേ മൂഡിലായിരുന്നു. എന്നാൽ നാടൻ ചരക്കിന് നേരിട്ട ക്ഷാമത്തെ തുടർന്ന് കുരുമുളകിൻ്റെ വില ഉയരാൻ കാരണമായി. ഇന്നത്തെ കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 719 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 699 രൂപ. കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 689 രൂപ. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.